ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിന് മുമ്പിൽ ഇന്ത്യ അവകാശപ്പെടുന്നത്, അഥവാ ഇന്ത്യയെ അത്തരത്തിലാണ് ലോകം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ അത് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നത്തിന്റെ യഥാർത്ഥ കാതൽ എന്നുള്ളത്. ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന പൂർണ്ണമായിട്ടും ഒരു സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം അത് പൂർണ്ണമായിട്ടും BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി തെളിവുകളോടുകൂടി പറയുന്നുള്ളത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യം 4 മാസത്തിന് ശേഷം മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അഥവാ കോൺഗ്രസും അതുപോലെ തന്നെ സഖ്യകക്ഷികളും അടങ്ങുന്ന ഇന്ത്യ മുന്നണി വളരെ വലിയ തോൽവിയാണ് നേരിട്ടത്. അഥവാ ആരെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തോൽവിയായിരുന്നു അന്ന് സംഭവിച്ചത്. അതിനെ തുടർന്ന് ഈ കാര്യം വിശദമായി പഠിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുകയും അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവിടങ്ങളിൽ നിന്നും കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിച്ചില്ല. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡാറ്റകൾ ശേഖരിക്കുകയും പൂർണ്ണമായിട്ടുമുള്ള അതിൻ്റെ പഠനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ രാജ്യത്തോട് വിളിച്ചു പറയുന്നു, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയാണ് എന്നതാണ്. വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. നേരത്തെ ഇന്ത്യയിൽ നിലവിൽ ഭരണം നടത്തുന്ന BJP എന്നുള്ള കക്ഷിയും അവരെ പിന്തുണക്കുന്ന RSSും ഉൾപ്പെടുന്ന സംഘടനയും അതുമായി ബന്ധപ്പെട്ട സംഘപരിവാര പ്രസ്ഥാനങ്ങളെയും ഫാസിസ്റ്റുകൾ എന്നുള്ള രീതിയിലാണ് ലോകം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നത്. അഥവാ പൂർണ്ണമായിട്ടുമുള്ള ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ് നിലവിലുള്ള ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനമായിരുന്നു. ഇത് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു കാര്യവുമായിട്ട് വന്നിട്ടുള്ളത്. നിലവിൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾക്കാണെങ്കിൽ പോലും അതുപോലും അട്ടിമറിക്കപ്പെടാം. നമ്മളുടെ സമ്മതിദാനാവകാശങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ട ജനപ്രതിനിധികൾ നമ്മൾ തെരഞ്ഞെടുക്കാത്ത ആളുകൾ അവരുടെ സ്വാധീന വലയത്താൽ അഥവാ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ഒരു സംവിധാനം രാജ്യത്ത് പൂർണ്ണമായിട്ടും നിലവിലുള്ള സർക്കാരിനും അതുപോലെ തന്നെ നിലവിലുള്ള ഭരണകൂടങ്ങൾക്കും അനുസൃതമായി അഥവാ നിലവിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തുന്നു. അവർക്കനുസൃതമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അഥവാ സമീപകാല ഭാവിയിലൊന്നും നമ്മൾ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ വോട്ട് ചെയ്താൽ പോലും അത് അവരെ മാറ്റാനുള്ള സാധ്യതകൾ പോലും ഇല്ലാതാവുന്നു എന്നാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1947 മുതൽ 2014 വരെ അല്ലെങ്കിൽ ഈ ഒരു കാലയളവ് എന്നുള്ളത് വളരെ സുപ്രധാനമായിരുന്നു. ഇന്ത്യ രാജ്യത്തെ ഭരണം നിലവിലുള്ള പ്രബലമായ പല കക്ഷികൾ ഭരിച്ചിട്ടും വിവിധ സംസ്ഥാനങ്ങൾ പ്രബലമായ പല കക്ഷികൾ ഭരിച്ചിട്ടും ഒരിക്കൽ പോലും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പൂർണ്ണമായിട്ടും സുതാര്യതയോടുകൂടി സത്യസന്ധതയോടും കൂടി നടത്തേണ്ട കാര്യമാണ് എന്നുള്ളതും ആയിരുന്നു ഇതുവരെയുള്ള സാഹചര്യം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ വളരെ വലിയ ജനാധിപത്യ അട്ടിമറി ശ്രമങ്ങൾ അതുപോലെ തന്നെ വോട്ട് ചോർത്തി കൊണ്ടുപോകുന്ന അവസ്ഥ, നിലവിലുള്ള വോട്ടർ പട്ടികയിൽ വളരെ വലിയ ക്രമക്കേടുകൾ ഉണ്ടാകുന്ന അവസ്ഥ, ഒരു കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം രാജ്യത്തെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ആ ബിഗ് സ്ക്രീനിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഓരോ തെളിവുകളും കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചുകൂട്ടി അതിൻ്റെ നേതൃത്വത്തെ വിളിച്ചുകൂട്ടി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിലും അദ്ദേഹം കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. അഥവാ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രബലമായ പാർട്ടായിരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളത് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ഇന്ത്യ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രാജ്യത്ത് ഇതൊരു പ്രക്ഷോഭമായോ പ്രതിഷേധമായോ വളരുമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു അടിമത്ത മനോഭാവത്തിലേക്ക് രാജ്യത്തെ ജനത പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പിന്നീട് ബാക്കിയാവുന്നത്. രാജ്യത്തെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാകേണ്ട ഒരു വിഷയമാണ്
രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹത്തിന്റെ സമയവും ഊർജവും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് കാര്യങ്ങൾ സുതാര്യതയോടുകൂടി വളരെ കൃത്യമായ തെളിവുകളോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാമായിരുന്നു, സുപ്രീം കോടതിയെ സമീപിക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളെ സമീപിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ പോലും വിശ്വാസനല്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. കാരണം ഇത്തരം ഒരു കൃത്യമായിട്ടുള്ള തെളിവുകൾ കയ്യിലുണ്ടായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി അവരോടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ഇന്ത്യ രാജ്യത്തെ പ്രാദേശിക പത്രങ്ങളിൽ അദ്ദേഹം എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തമാവുന്നത്. അഥവാ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നു, അപകടത്തിലാകുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ഒരു പൂർണ്ണമായിട്ടും BJPക്ക് ജയിക്കാൻ ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മാത്രമാണെന്നുള്ള വളരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലുള്ള രാജ്യത്തിന്റെ സാഹചര്യത്തിൽ ഇനി എന്താണ് ഇലക്ഷൻ പ്രക്രിയയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നും മറ്റുള്ള ചില ഏകാധിപത്യ രാജ്യങ്ങളെ പോലെ വെറും കേവലം തെരഞ്ഞെടുപ്പ് നാടകങ്ങൾ മാത്രം അരങ്ങേറുന്ന രാജ്യമായി ഇന്ത്യ മാറുമോ എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാവുന്നുണ്ട്.